ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മടവൂരിനെ പടച്ചോനാക്കി കോമാടനൗളക്ക് പീരാന്തായി കുരുവട്ടൂരി കോമാടർക്ക് നട്ടപിരാന്തായി അല്ലോ നട്ടപിരാന്തായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൗഷാദ് കോളാമ്പിക്ക് മനംമാറ്റം സംഭവിക്കുന്നതായി നൗഷാദ് കോളാമ്പിയുടെ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നൗഷാദ് കോളാമ്പി കോമാടൻ ഔളയുമായി വേർപിരിയുന്നു എന്നാണ് ഭാര്യ വെളിപ്പെടുത്തിയതത്രേ. നമുക്കറിയാം, നൗഷാദ് കോളാമ്പി കോമാടൻ ഔളയുമായി ബന്ധപ്പെട്ടതിനു ശേഷം എല്ലാ വിഭാഗം പണ്ഡിതന്മാരെയും തെറി പറയുകയും തേജോവധം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടുവരുന്നത്. നമുക്കറിയാം, നൗഷാദ് സുന്നി പ്രവർത്തകനായിരുന്ന കാലഘട്ടത്തിൽ നൗഷാദ് കറുത്തിട്ടാണെങ്കിലും കറുപ്പിനെയൊന്നും നാം കുറ്റം പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെയാണ് നാം അപ്പോൾ പരിഹസിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നൗഷാദിന്റെ നിറം കറുപ്പാണെങ്കിലും ഈമാനിന്റെ തിളക്കം മുഖത്ത് നോക്കിയാൽ കാണാമായിരുന്നു. എന്നാൽ കോമാടൻ ഔളയുമായി ബന്ധപ്പെട്ടതിനു ശേഷം എല്ലാ പണ്ഡിതന്മാരുടെയും യഥാർത്ഥ ഔലിയാക്കളുടെയും കുരുത്തക്കേട് തട്ടിയ കാരണം കൊണ്ട് ഈമാൻ ഊരപ്പെട്ടുപോയി. അത് കാരണം അവന്റെ മുഖത്തുള്ള ഈമാനിന്റെ തിളക്കം നഷ്ടപ്പെടുകയും വികൃതമായ മുഖമായി മാറുകയും ചെയ്തു. മാത്രമല്ല, ലഹരി വസ്തുക്കളോ മറ്റോ ഉപയോഗിക്കുന്ന കാരണത്താൽ പല്ല് പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, എത്ര മോശമായ രീതിയിലാണ് ഇവന്റെ മുഖവും വായയും ഉള്ളത്. യഥാർത്ഥ ഔലിയാക്കൾക്കെതിരെ വല്ലതും പറഞ്ഞാൽ അല്ലാഹു തആല അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞതാണ്. അത് കാരണമായിട്ടാണ് നൗഷാദിന്റെ മുഖം ഇത്ര വികൃതമായി കൊണ്ടിരിക്കുന്നത്. ന്യായമായും ഞാൻ സംശയിക്കുകയാണ്, അതോടൊപ്പം ലഹരി വസ്തുക്കളോ മറ്റോ ഉപയോഗിക്കുന്നത് കാരണത്താലും ഇവന്റെ വായയും പല്ലുമൊക്കെ വല്ലാതെ നാശമായത് നമുക്ക് കാണാം. ഇതിലൊക്കെ അവന് ഖേദവും കുറ്റബോധവും ഉണ്ടായതായിട്ടാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഭാര്യയുമായി പങ്കുവച്ചിരിക്കുന്ന പ്രധാന വിഷയം തന്നെ കോമാടൻ ഔള എന്താണോ പറയുന്നത് അതൊക്കെ പറയേണ്ടി വരുന്നു. മനസാക്ഷി അനുവദിക്കുന്നില്ലെങ്കിലും അവനോട് വാങ്ങിയ പണം എന്നെ അതിന് പ്രേരിപ്പിക്കുകയാണ്. ഇനി മതിയായി, ഞാൻ ആ ഏർപ്പാട് നിർത്താൻ പോവുകയാണ്. എനിക്കെങ്ങനെയെങ്കിലും കോമാടൻ ഔളയുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണത്രേ നൗഷാദ് ഭാര്യയുമായി പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, കോമാടൻ ഔളക്ക് വേണ്ടി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇവൻ പറഞ്ഞുകൂട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട 1-2 വീഡിയോകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. കേട്ടല്ലോ സഹോദരങ്ങളെ, കോമാടൻ ഔള ലോകം നിയന്ത്രിക്കുന്നവനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം, അങ്ങനെ വിശ്വസിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കോമാടൻ ഔളക്ക് തട്ടിപ്പ് നടത്താൻ കഴിയുകയുള്ളൂ. ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മറ്റു പല നിലക്കും പലരെയും ചൂഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മടവൂർ ശൈഖുനയെ മറയാക്കുകയാണ്. മടവൂർ ശൈഖുന ലോകം 18,000 ഭരിക്കുന്നയാളാണെന്ന് ആദ്യം പറഞ്ഞു വരുത്തുക. ഇവർക്ക് മടവൂർ ശൈഖുനയോടുള്ള സ്നേഹം കൊണ്ടല്ല, സ്നേഹമായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. അത് നൗഷാദിനും അറിയാം. നൗഷാദ് വെളിപ്പെടുത്തിയതും അത് തന്നെയാണ്. അങ്ങനെ മടവൂർ ശൈഖുന ലോകം നിയന്ത്രിക്കുന്നയാളാണ്. മടവൂർ ശൈഖുനയുടെ അധികാരത്തിൽ അള്ളാഹുവിന് പോലും കൈകടത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു നടന്നാൽ, അത് ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ
മടവൂർ ശൈഖുനയെ പോലെ ഒരു വലിയ തന്നെയാണല്ലോ കോമാടൻ ഔള എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലമെത്തിയാൽ ആ കോമാടൻ ഔളയാണ് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോമാടൻ ഔളയുടെ കഴിവിൽ അള്ളാഹുവിന് ഒരധികാരവുമില്ല. അള്ളാഹുവിന് കോമാടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും കോമാടൻ ഔളയെ എല്ലാവരും ഭയപ്പെടും. ആ ഭയം ചൂഷണം ചെയ്തുകൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ജനങ്ങളെ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാക്കിയ കോമാടൻ ഔള നൗഷാദിനെ കൊണ്ട് പറയിപ്പിച്ചതാണിത്. ഇതൊക്കെ നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്നാണത്രേ നൗഷാദ് കോളാമ്പി അവന്റെ ഭാര്യയുമായി പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? കേട്ടല്ലോ സഹോദരങ്ങളെ, മടവൂര് പടച്ചോനാണെന്നാണ് ഇവൻ വാദിക്കുന്നത്. ഇതും കോമാട്ടുചാലിൽ ഔള പറഞ്ഞിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതിലും നൗഷാദിന് മനമാറ്റമേറെയുണ്ട്. ഇത് തെറ്റാണെന്നും ഇങ്ങനെ പറയാൻ പാടില്ലെന്നും നൗഷാദ് കോളാമ്പിക്ക് നന്നായിട്ടറിയാം. അവൻ തന്നെ മുമ്പത് പറഞ്ഞിട്ടുമുണ്ട്. നമുക്കതുകൂടി ഒന്ന് കേട്ടു നോക്കാം. പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാ. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. കേട്ടല്ലോ സഹോദരങ്ങളെ, മടവൂര് പടച്ചോനാണെന്ന് മാത്രമല്ല അള്ളാഹു അല്ലാതെ മറ്റൊരാളും പടച്ചോനാണെന്ന് പറയാൻ പാടില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഞാനാണെന്നാണ് നൗഷാദ് തന്നെ പറയുന്നത്. ഈ നൗഷാദാണ് ഈ അടുത്ത് കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട് മടവൂരാണ് പടച്ചവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതവന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെങ്കിലും കോമാടൻ ഔളക്ക് വഴിപ്പെട്ടത് കൊണ്ടാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. കോമാടൻ ഔളയോട് വാങ്ങിയ പണത്തിന് നന്ദി അറിയിക്കുക മാത്രമാണ് നൗഷാദ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവന് അതിലൊക്കെ വലിയ മനസ്താപമുണ്ട്. അത് ഭാര്യയുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നൗഷാദിന് മനം മാറ്റം. കാലങ്ങളായി ഒരാളെയും താങ്ങിപ്പിടിച്ച് നടക്കുന്നതിൽ നൗഷാദ് ഒതുക്കുങ്ങലിന് മനോവിഷമം സംഭവിക്കുന്നതായി മനഃശാസ്ത്ര നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു. എല്ലാറ്റിനെയും ന്യായീകരിക്കേണ്ട വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് സ്വന്തം സഹധർമ്മിണിയോട് പങ്കുവച്ചതായിട്ടാണ് നിരീക്ഷകൻ വിലയിരുത്തുന്നത്. പമ്പേസ് മൗലവി, അതായത് സ്വമദ് ആനവാരിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് സംസാരം. നൗഷാദിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഭാര്യ മനഃശാസ്ത്ര വിദഗ്ധരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു അത്രേ. അപ്പോഴാണ് നൗഷാദിനുണ്ടായ പ്രയാസങ്ങൾ, നൗഷാദിന്റെ വിഷമങ്ങൾ നിരീക്ഷകർ മനസ്സിലാക്കുന്നത്. അതാണ് നിരീക്ഷകർ പങ്കുവച്ചിട്ടുള്ളത്. കൂടുതൽ വിവരം അടുപ്പിലെ ചെറിയ കല്ല് വെളിപ്പെടുത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഏതായിരുന്നാലും നൗഷാദിന് വേണ്ടി നാം എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹു അവന് ഹിദായത്ത് നൽകുമാറാകട്ടെ. നാം ഒരുപാട് കാലമായി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം ഇനിയും പ്രാർത്ഥന തുടരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.